ഹരേ കൃഷ്ണ. യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസുധാംന അന്യാംശ ഹസ്തചരണശ്രവണദ്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണീയം 1-ാം ദശകത്തിലെ 10-ാമത്തെ ശ്ലോകം ഇന്ന് നമുക്ക് പഠിക്കാം. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജസംഹാരിവീര്യം വിമലമഭിയശോ നിസ്പൃഹൈശ്ചോപഗീതം അംഗാസംഗാ സദാ ശ്രീരഖിലവിദസിന ക്വാപി തേ സംഘവാർത്ത തദ്വാദാകാരവാസിൻ മുരഹര ഭഗവത് ശബ്ദമുഖ്യാശ്രയോസി. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജ സംഹാരിവീര്യം തേജസ്സംഹാരിവീര്യം വിമലമഭി യശോ നിസ്പൃഹൈശ്ച ഉപഗീതം നിസ്പൃഹൈശ്ചോപഗീതം തേജസംഹാരിവീര്യം വിമലമഭിയശോ നിസ്പൃഹൈശ്ചോപഗീതം അംഗാസംഗാ സദാ ശ്രീർ അഖിലവിദ് അസി. ശ്രീരഖിലവിദസി കുട്ടി വായിക്കുമ്പോൾ ശ്രീരഖിലവിദസി ന ക അഭി ക്വാഭി തേ സംഘവാർത്താം തത് വാദാകാരവാസിൻ അത് കൂട്ടി വായിക്കുമ്പോൾ തദ്വാദാകാരവാസിൻ മുരഹര ഭഗവത് ശബ്ദം മുഖ്യ ആശ്രയ അസി. അത് കൂട്ടി വായിക്കുമ്പോൾ ഭഗവത് ശബ്ദമുഖ്യാശ്രയോസി പല പ്രാവശ്യവും കേട്ടതിന് ശേഷം വായിക്കാവുള്ളൂ. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജസംഹാരിവീര്യം വിമലമഭിയശോ നിസ്പൃഹൈശ്ചോപഗീതം അംഗാസംഗാ സദാ ശ്രീരഖിലവിദസിന ക്വാപി തേ സംഘവാർത്ത തദ്വാദാകാരവാസിൻ മുരഹര ഭഗവത് ശബ്ദമുഖ്യാശ്രയോസി. ഇനി അതിൻ്റെ പദാനുപദ അർത്ഥം പറയാം. അപ്പോൾ കുറച്ചുകൂടി മനസ്സിലാകും. ഹേ മുരാരെ, അല്ലയോ മുരാരെ, മുരനെ നശിപ്പിച്ചവനെ. മുരാസുരൻ, മുരൻ എന്ന അസുരനെ നശിപ്പിച്ചുകൊണ്ട് ഭഗവാനുള്ള പേരാണ് മുരഹര. വാദാകാരവാസിൻ, വാദാകാരം ഗുരുവായൂരമ്പലത്തിൽ വസിക്കുന്ന ഭഗവാനെ വാദാകാരവാസിൻ തേ അവിടുത്തെ നെന്തിരുവടിയുടെ ഐശ്വര്യം. ആ ഐശ്വര്യം എന്ന് പറയുന്നത്, ഈശ്വരത്വം എന്ന് പറയുന്നത് ശങ്കരാദീശ്വര വിനിയമനം, ശങ്കരൻ തുടങ്ങിയ ഈശ്വരന്മാരെ നിയന്ത്രിക്കുന്നതാണ്. തേ നെന്തിരുവടിയുടെ വീര്യം, വീര്യം എന്ന് പറയുന്നത് വിശ്വതേജോഹരാണം. അവിടുത്തെ വീര്യം വിശ്വത്തിൻ്റെ എല്ലാ തേജസ്സിനെയും സംഹരിക്കുന്നതാണ്. ഏറ്റവും കൂടുതൽ തേജസ്സുള്ളത് ശങ്കരൻ തുടങ്ങിയ അവർക്കാണെന്ന് പറയുന്നു. ആ ശങ്കരൻ്റെ തേജസ്സിനെ പോലും തോൽപ്പിക്കുന്നതാണ് അവിടുത്തെ തേജസ്. വിശ്വതേജോഹരാണാം തേ നെന്തിരുവടിയുടെ യശസ്, യശസ്സാകട്ടെ വിമലം നിസ്പൃഹൈ ച ഉപഗീതം, പരിശുദ്ധവും നിസ്പൃഹന്മാരാൽ പോലും
ഉപഗാനം ചെയ്യപ്പെടുന്നതും ആണ്. ശ്രീ ശ്രീ ലക്ഷ്മീദേവി. ലക്ഷ്മീദേവി സദാ എല്ലായ്പ്പോഴും അംഗാസംഗ അംഗത്തിൽ ആസംഗയായി ഇരിക്കുന്നു. ത്വം അവിടുന്ന് അഖിലവിധ അസി അവിടുന്ന് എല്ലാം അറിയുന്നവനാണ്. തേ ക്വാപി സംഘവാർത്ത ന എന്തിനോടിക്ക് ഒരിടത്തും സംഘത്തിൻ്റെ വാർത്ത പോലും ഇല്ല. തത് അതിനാൽ അവിടുന്ന് ഭഗവത് ശബ്ദമുഖ്യാശ്രയോസി ഭഗവത് ശബ്ദമുഖ്യാശ്രയ അസി ഭഗവത് എന്ന ശബ്ദത്തിൻ്റെ മുഖ്യ ആശ്രയമായി ഭവിക്കുന്നു. ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ 6 ഗുണങ്ങളെയാണ് പറയുന്നത്. ഭഗമുള്ളവൻ ഭഗവാൻ. ഭഗം എന്ന് പറഞ്ഞാൽ എന്താ? ഐശ്വര്യസ്യ സമഗ്രസ്യ വീരസ്യ യശസ ശ്രിയ ജ്ഞാനവൈരാഗ്യോശ്ചൈവ ഷണ്ണാം ഭഗ ഇതീരിത. ഭഗവാന് സമഗ്രമായ ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീയ, ജ്ഞാനം, വൈരാഗ്യം ഇതൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആളാണ് ഗുരുവായൂരപ്പൻ. അപ്പോൾ ഇത് ഓരോന്നും എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിലൊന്നാമത്തെ ഗുണം പറയുന്നത് ഐശ്വര്യം. ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഈശ്വരത്വം. ശങ്കരൻ തുടങ്ങിയ മറ്റ് ഈശ്വരന്മാരെ നിയന്ത്രിക്കുന്നത് മുരഹരനാണ്. ഈശ്വരഭാവമാണ് ഐശ്വര്യം എന്ന് പറയുന്നത്. അങ്ങനെ സമഗ്രമായ ഐശ്വര്യം ഉണ്ട്. ഇനി രണ്ടാമത്തെ യോഗ്യത എന്ന് പറയുന്നത് വിശ്വതേജോഹരാണാം തേജഃ സംഹാരി. വീര്യം ആണ് പറയുന്നത് രണ്ടാമത്തെ യോഗ്യത. മറ്റ് ദേവന്മാരുടെ തേജസ്സിനെ സംഹരിക്കുന്ന തേജസ്സാണ് ശങ്കരാദികൾക്കുള്ളത്. അവരുടെ തേജസ്സിനെ മുരഹരൻ്റെ തേജസ് സംഹരിക്കുന്നു. അപ്പോൾ ഈ വീര്യം ഉള്ളത് ഗുരുവായൂരപ്പനാണെന്ന് പറയുന്നു. ഐശ്വര്യം, വീര്യം രണ്ടെണ്ണമായി. ഇനി മൂന്നാമത്തെ യോഗ്യത യശസ്സാണ്. ഭഗവാന്റെ യശസ് കളങ്കരഹിതമാണ്, വിമലം എന്നാണ് പറയുന്നത്. ശുദ്ധ സത്വമൂർത്തിയായ മുരഹരൻ്റെ കീർത്തി ഒരു കളങ്കവുമില്ലാത്തതാകിയാൽ നിസ്പൃഹന്മാർ പോലും അതിനെ സ്തുതിച്ച് പാടുന്നു. ഭഗവാന്റെ കളങ്കരഹിതമായ യശസ്സിനെ എപ്പോഴും നിസ്പൃഹന്മാർ സ്തുതിച്ച് പാടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഭഗവാന്റെ യശസ്സും വളരെ ഉണ്ട് എന്ന് പറയുന്നു. ഇനി അടുത്ത ഒരു യോഗ്യത ശ്രീയാണ്. ലക്ഷ്മീദേവി എപ്പോഴും ഭഗവാനോടുള്ള ആ ഒരു ആകർഷകത്വം കൊണ്ട് സംഘാ സദാ ശ്രീരഖിലവിധസിനക്വാഭിതേ സംഘവാർത്ത എന്ന് പറയും. എപ്പോഴും ലക്ഷ്മീദേവി ഭഗവാന്റെ അംഗങ്ങളെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ലോകത്തിൽ സുന്ദരമായിട്ടും വിലപ്പെട്ടതായിട്ടും എന്തെല്ലാം ഉണ്ടോ അവയെല്ലാം ആ ലക്ഷ്മീദേവിയുടെ വിഭൂതികളുടെ അല്പം മാത്രമാണ്. ആ ലക്ഷ്മീദേവി ഒരിക്കലും ഭഗവാനെ പിരിയാതെ ഭഗവാന്റെ അംഗങ്ങളിൽ മാത്രം ചേർന്നിരിക്കുകയാണ്. നമ്മൾ 6ാമത്തെ ശ്ലോകത്തിൽ പഠിച്ചു, ലക്ഷ്മീ നിശങ്കലീല നിലയനമൃതസ്യന്ത സന്തോഹമന്ത അല്ലേ. അപ്പോൾ ലക്ഷ്മീദേവിക്ക് കളിക്കുവാൻ ഇതിനേക്കാൾ മെച്ചപ്പെട്ട വേറൊരു സ്ഥലമില്ല. ഭഗവാന്റെ അംഗങ്ങളാണ്. അതുകൊണ്ട് ഭഗവാന് മുരഹരന് ശ്രീ സമഗ്രതയും ഉണ്ട്. ഇനി അടുത്ത 5ാമത്തെ യോഗ്യത
ജ്ഞാനസമഗ്രം, ജ്ഞാനം. അഖിലവിദസി, നിന്തിരുവതി അഖിലവും അറിയുന്നവനാണ്, എല്ലാം അറിയുന്നവൻ. ജ്ഞാനസമഗ്രത ഭഗവാന് ഉണ്ട്. ആറാമത്തെ യോഗ്യത വൈരാഗ്യം. വൈരാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനോടും ചേരാതെ സ്വതന്ത്രമായി നിൽക്കുന്ന അവസ്ഥ. ഭഗവാന് ഒന്നിനോടും ഒരു ഒട്ടലില്ല. ന ക്വാപിതേ സംഘവാർത്ത. അവിടത്തേക്ക് ഒന്നിനോടും ആസക്തി ഉണ്ടെന്ന് കേട്ടുകേൾവി പോലുമില്ല. ഭഗവാന് ഒന്നിനോടും യാതൊരു താല്പര്യവുമില്ലാതെ എല്ലാം ഭഗവാനിൽ തന്നെ നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഭഗവാന് യാതൊരു രതിയുമില്ല. അതുകൊണ്ട് ഭഗവാന് അതിസമഗ്രമായിട്ടുള്ള വൈരാഗ്യവും ഉണ്ട്. അങ്ങനെ എല്ലാം കൂടി നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ദേവന്മാർക്കും ഇതൊക്കെ ചേരുമെങ്കിലും ഈ യോഗ്യതയൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഉള്ളത് ഈ മുരഹരൻ ആണെന്ന് ഇവിടെ പറയുകയാണ്. സാക്ഷാത് ഗുരുവായൂരപ്പന് മാത്രമാണ് ഈ എല്ലാ ഗുണങ്ങളും ചേർന്നിരിക്കുന്നത്. അതിനെക്കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ ഭഗവത് ശബ്ദമുഖ്യാശ്രയോസി എന്ന് പറയാൻ കാരണം. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജസംഹാരി വീര്യം വിമലമവിയശോ നിസ്പൃഹൈശ്ചോപഗീതം അംഗാസംഗാ സദാ ശ്രീരഖിലവിദസിന ക്വാപിതേ സംഘവാർത്ത തദ്ബാധാകാരവാസിൻ മുരഹര ഭഗവത് ശബ്ദമുഖ്യാശ്രയോസി. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം. അല്ലയോ ഈശ്വര, അങ്ങയുടെ ഐശ്വര്യം മഹേശ്വരാദി ദേവന്മാരെ നിയന്ത്രിക്കുന്നു. അങ്ങയുടെ തേജസ്സാകട്ടെ വിശ്വതേജസ്സിനെ ഇല്ലാതാക്കുന്ന ശങ്കരാദികളുടെ തേജസ്സിനെയും ഇല്ലാതാക്കുന്നതാണ്. തേജസംഹാരി വീര്യം വിമലമവിയശോ നിസ്പൃഹൈശ്ചോപഗീതം. അങ്ങയുടെ യശസ്സാകട്ടെ നിർമ്മലമായതും നിഷ്കാമികളായ മുനിവര്യന്മാരാൽ പ്രകീർത്തിക്കപ്പെടുന്നതുമാണ്. അംഗാസംഗാ സദാ ശ്രീരഖിലവിദസിന ക്വാപിതേ സംഘവാർത്ത. ലക്ഷ്മീദേവി എല്ലായ്പ്പോഴും അവിടുത്തെ അംഗത്തെ ആശ്രയിച്ചിരിക്കുന്നു. ന ക്വാപിതേ സംഘവാർത്ത, അങ്ങക്ക് ഒന്നിനോടും ഒരു സംഘമുള്ളതായിട്ട് കേട്ടിട്ടില്ല. തത് വാദാകാരവാസിൻ മുരഹര ഭഗവത് ശബ്ദമുഖ്യാശ്രയോസി. ലേ ഗുരുവായൂരപ്പ, മുരഹര ഭഗവാൻ എന്ന മുഖ്യ ശബ്ദത്തിൻ്റെ പ്രധാനപ്പെട്ട അർത്ഥമായി വരുന്നത് അങ്ങ് തന്നെയാകുന്നു. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജസംഹാരി വീര്യം വിമലമവിയശോ നിസ്പൃഹൈശ്ചോപഗീതം അംഗാസംഗാ സദാ ശ്രീരഖിലവിദസിന ക്വാപിതേ സംഘവാർത്ത തദ്ബാധാകാരവാസിൻ മുരഹര ഭഗവത് ശബ്ദമുഖ്യാശ്രയോസി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അപ്പോൾ ഈ 1 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങൾ കൊണ്ട് ഭഗവാന്റെ മഹത്വത്തെയാണ് പറഞ്ഞിരിക്കുന്നത്. ഗുരുപവനപുരാധീശൻ്റെ ആ മഹത്വമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തെക്കുറിച്ചുള്ള ഐതിഹ്യം നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു, എങ്കിലും അത് ഇവിടെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ശിവൻ ആരാധിച്ചിരുന്ന ദിവ്യവിഗ്രഹം ബ്രഹ്മാവിൽ നിന്ന് സുതപസ്സിനും അദ്ദേഹത്തിൽ നിന്ന് വസുദേവർക്കും ലഭിച്ചു. അങ്ങനെയുള്ള വിഗ്രഹം ദ്വാരകയിൽ വച്ച് വസുദേവർ പൂജിച്ചിരുന്നു. ദ്വാരക കടലെടുത്ത് കഴിഞ്ഞപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം
ദേവന്മാരുടെ ഗുരുവാണല്ലോ ബൃഹസ്പതി. ബൃഹസ്പതി അത് വായുവിനെ കൊണ്ട് കടലിൽ നിന്ന് വീണ്ടെടുക്കുകയും അത് ഗുരുവായൂർ സ്ഥാപിക്കുകയും ചെയ്തു. ഗുരുവും വായുവും ചേർന്ന് ഊര് എന്ന് പറഞ്ഞ സ്ഥലത്ത് അത് സ്ഥാപിക്കുകയുണ്ടായി. അങ്ങനെയാണ് ഗുരുവായൂർ ആയത്. എല്ലാ ശരീരത്തിലും പ്രകാശിക്കുന്ന ബ്രഹ്മചൈതന്യം തന്നെയാണ് ഗുരുവായൂർ ഉള്ള ആ ബ്രഹ്മതത്വമായിട്ട് തെളിഞ്ഞു വിളങ്ങുന്നത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഞാൻ ശ്ലോകം വായിച്ച് പഠിക്കുവാൻ പാകത്തിന് വായിച്ചു തരാം. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം. വായിച്ചു. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം. തേജസ്സംഹാരി വീര്യം വിമലമഭിയശോ നിസ്പൃഹൈശ്ചോപഗീതം. തേജസ്സംഹാരി വീര്യം വിമലമഭിയശോ നിസ്പൃഹൈശ്ചോപഗീതം. അംഗാസംഗാ സദാ ശ്രീരഖിലവിദസിന ക്വാപിതേ സംഘവാർത്ത. അംഗാസംഗാ സദാ ശ്രീരഖിലവിദസിന ക്വാപിതേ സംഘവാർത്ത. തദ്വാദാകാരവാസിൻ മുരഹര ഭഗവത് ശബ്ദമുഖ്യാശ്രയോസി. തദ്വാദാകാരവാസിൻ മുരഹര ഭഗവത് ശബ്ദമുഖ്യാശ്രയോസി. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം. തേജസംഹാരി വീര്യം വിമലമഭിയശോ നിസ്പൃഹൈശ്ചോപഗീതം. അംഗാസംഗാ സദാ ശ്രീരഖിലവിദസിന ക്വാപിതേ സംഘവാർത്ത. തദ്വാദാകാരവാസിൻ മുരഹര ഭഗവത് ശബ്ദമുഖ്യാശ്രയോസി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.